വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ സെക്കൻഡ് ലുക്കാണ്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ സെക്കൻഡ് ലുക്കാണ് ഗൈസ്. അതായത് പടത്തിന്റെ ഒഫീഷ്യൽ സെക്കൻഡ് ലുക്ക്. അത് നമ്മളൊരു ടീസർ എടുത്തിട്ട് സംഭവം റിയാക്ട് ചെയ്തിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും പിൻ ചെയ്തേക്കാം. സോ അതിനുശേഷം അവർ സെക്കൻഡ് ലുക്ക് ഇന്നലെ എങ്ങാണ്ട് ഒരു CDC ഡിസ്നിയുടെ എന്തോ ഇതൊക്കെ എന്താ ഈ സ്പാനിലൊക്കെ. സോ അതിൻ്റെ അകത്താണ് ഇവർ ഈ സെക്കൻഡ് ലുക്ക് കൊണ്ടുവരുന്നത്. സോ ബേസിക്കലി ഇതുപോലത്തെ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഗൈസ് നമുക്ക് ഇങ്ങനത്തെ പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറും അനൗൺസ്മെൻ്റ് ഒക്കെ കിട്ടുന്നത്. സോ ബേസിക്കലി അവർ മാർവൽ കുറേ സാധനം അനൗൺസ് ചെയ്തു. ഇതിൻ്റെ അകത്തുള്ളൊരു സംഭവമാണ് ഗൈസ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. അതായത് ഈ വർഷം GTA 6 ആണ് ഏറ്റവും വലിയ ഹൈപ്പ് സാധനമെങ്കിൽ അതിന് ശേഷം നിൽക്കുന്നത് നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ആണ് ഗൈസ്. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോ കാണാം. വീഡിയോ കാണുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ പറയാം. അല്ലാതെ നമ്മൾ ചുമ്മാ സമയം കളയുന്നില്ല ഗൈസ്. ഒരു മിനിറ്റ് ഞാൻ ചുമ്മാ പറഞ്ഞ് ഞാൻ സമയം കളയും. സോ വെരി ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് സ്റ്റാർട്ട് റെക്കോർഡ്. ഗൈസ് ഫസ്റ്റ് ഫ്രെയിം തന്നെ ഉണ്ടാ പുള്ളി ഒരിടത്ത് തിരിക്കുന്നു. അതായത് പുള്ളി ത്രോട്ട് പുള്ളിയുടെ മാജിക് സംഭവങ്ങൾ. Victor was always the smartest guy in every room. നമ്മൾ ഈ സൗണ്ട് കേൾക്കുന്നത് സൂസ്റ്റോമിൻ്റെയാണ്. പുള്ളിക്കാരിയാണ് പറയുന്നത് വിക്ടർ വാസ് ഓൾവേസ് ദ സ്മാർട്ടസ്റ്റ് ഗൈ ഇൻ എനി റൂം. അതായത് പുള്ളിയായിരിക്കും എല്ലായിടത്തും. അതായത് പുള്ളിക്കാരി കമ്പയർ ചെയ്യുന്നത് റീഡ് റിച്ചാർഡ്സുമായിട്ടാണ് ഗൈസ്. ഏറ്റവും സ്മാർട്ടസ്റ്റ് ഗൈ ഇൻ ദ യൂണിവേഴ്സ് ആയിരുന്നു റീഡ് റിച്ചാർഡ്സ്. ആ പുള്ളിക്കാരനെക്കാളും ഭയങ്കര സ്മാർട്ടസ്റ്റ് ആയിരിക്കും നമ്മുടെ വിക്ടർ. ഇത് വിക്ടർ എന്ന് തന്നെയാണെന്ന് തോന്നുന്നു ഗൈസ് പേര്. ടൈം ലൈൻ ഡിഫറൻസ് ഉണ്ടല്ലോ. സാധാരണ റോബർട്ട് ഡോണി ജൂനിയർ എങ്ങനെ വിക്ടറാവും അത് നമ്മൾ സിനിമ കാണാം. He used to be different. അതായത് നമ്മൾ ഇപ്പൊ കാണുന്ന ഒരു വിക്ടർ അല്ല എന്ന് പണ്ട്. മാർവൽ സ്റ്റുഡിയോസ് ലോഗോ തന്നെ ഓക്കെ. BGM ഒക്കെ. He used to be kind. He used to be caring. പുള്ളിക്കാരി കരയാണ് പുള്ളി. അതായത് വിക്ടർ പണ്ട് ഭയങ്കര കെയറിങ് ആയിരുന്നു, ഭയങ്കര ശാന്തശീലൻ, സമാധാനപ്പെട്ട ഒരാളായിരുന്നു ഗൈസ്. ബട്ട് പിന്നെന്തോ പറ്റി. അതെന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. മാഗ്നിറ്റോ, ഗാംബിറ്റ്, സ്റ്റീവ് റോജേഴ്സ് ക്യാപ്റ്റൻ അമേരിക്ക ആൻഡ് ഞാൻ പറയട്ടെ, സ്റ്റീവ് റോജേഴ്സ് സത്യത്തിൽ ഈ പടത്തിൽ ക്യാപ്റ്റൻ അമേരിക്ക ആയിരിക്കില്ല, ക്യാപ്റ്റൻ ഹൈഡ്ര ആയിരിക്കും എന്നൊക്കെയാണ് ഗൈസ് പറയുന്നത്. പുള്ളി ഡോക്ടർ ഡൂമിൻ്റെ സൈഡ് ആയിരിക്കും എന്നൊക്കെ റൂമേഴ്സ് ഉണ്ട്. Everything he loved was taken from him. എവറിത്തിങ് ഹീ ലവ്ഡ് വാസ് ടേക്കൺ ഫ്രം ഹിം. അതായത് പുള്ളി ഇഷ്ടപ്പെട്ടിരുന്ന എല്ലാം പോയി. പുള്ളി പണ്ട് നല്ല മനുഷ്യനായിട്ട് വരുന്ന സമയത്ത് എല്ലാം നശിച്ചു പോയി ഗേസ്. നല്ലതിലും ഈ ഭൂമിയിൽ ജീവിക്കാൻ ഇതില്ല ഗേസ്. ഞാൻ പുള്ളിയുടെ കണ്ണു നോക്കിയേ, പച്ചക്കൻ. ഷാങ്ചി, ബ്ലാക്ക് പാന്തർ ഒന്നും ഞാൻ പറയത്തില്ല. ഷുരി റീപ്ലേസ്മെന്റ്. സത്യം പറഞ്ഞ പുള്ളിക്കാരിയൊക്കെ അലമ്പ് പറയുന്നത് ബ്ലാക്ക് പാന്തറിന്റെ രണ്ടാമത്തെ പടത്തിന്റെ ഒരു ബാഡ് ഫേസ് ഓഫ് മാർവലൊക്കെ ഈ ബ്ലാക്ക് പാന്തർ ഒക്കെയാണ്. ബ്ലാക്ക് പാന്തറിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. ബാക്കപ്പ് ഇടിച്ചിട്ട് ഞാൻ ഒരാളെ കണ്ടുകൂടാ. അതായിരിക്കും നമ്മുടെ ഫേക്ക് ക്യാപ്റ്റൻ അമേരിക്ക. പുള്ളി മറ്റേ തണ്ടർബേർഡ്സിലോ തോറിന്റെ പേര് നോക്കാം. പുള്ളി അതായത് സൂ പറയുന്നതെന്ന് വെച്ച് പണ്ട് ഡോക്ടർ ഡൂം വിക്ടർ ഭയങ്കര നല്ല മനുഷ്യനായിരുന്നു. പിന്നെ എന്നിട്ട് പക്ഷെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം പുള്ളിക്ക് നഷ്ടമായി. ബട്ട് ഇത് ഇവരൊന്നും തിരിച്ചറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അതെ, സ്യൂട്ട് ഡിസൈൻ ഉണ്ടല്ലോടാ, അത് ഭയങ്കര കിടിലായിരുന്നു. ഭയങ്കര പണ്ടത്തെ വാറിയർ ടൈപ്പ് സ്യൂട്ട് ഡിസൈൻ. നോക്കെ കേപ്പും മാസ്കും. ഗൈസ് ഇത് സത്യം പറഞ്ഞാൽ മറ്റേ സംഭവമാണ് ഗൈസ്. മറ്റേ വേൾഡ് നശിക്കുവാണ്. ഏതോ ഒരു വേൾഡ് നശിക്കുന്നതാണ്. നമ്മുടെ റീഡ് റിച്ചാർഡ്സ് നേരെ വന്നിട്ട് നമ്മളെ വിക്ടറിനോട് ചോദിക്കുവാണ്, നീയാണോ ഇത് ചെയ്തത്, ഈ വേൾഡ് നശിക്കുന്നത്. നമ്മുടെ
ആൻറ്റിമാൻ പുള്ളിയുടെ മോളാണെന്ന് തോന്നുന്നു. നമ്മുടെ ടോർച്ച് ആൻഡ് നമ്മുടെ റീഡ് റിച്ചാർഡ്സിൻ്റെ സൂസ്റ്റോമിൻ്റെയും മകൻ. All of you have lived. തോറിൻ്റെ Stolen മറ്റേ പുള്ളിയുടെ മോള് lives. ലോക്കി. ലോക്കി But now you must give വാസ്പൊക്കെ ഉണ്ടല്ലോ അവിടെ. them back. സൈക്ലോപ്സ്. Answer me, Victor! Did you do this? ഓ I swear you will beg എന്തൊരു ഷോർട്ടായിട്ട് പറയണം. പുള്ളി ഒന്ന് ഇറങ്ങിയുണ്ടോ? for hell long before I grant it. ഓ നമ്മുടെ താനസിന് പോയും പിടിച്ചെടുത്താൻ പറ്റാത്ത സ്റ്റോം ബ്രേക്കർ ഇവിടെ പിടിച്ചെടുത്തിയ ആ ഷോട്ട് കാണിച്ച് എന്തിനാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഇവർ ഫേസ് ചെയ്തിരിക്കുന്ന ത്രട്ടിനേക്കാളും ഒരു വലിയ ത്രട്ടാണ് വിക്ടർ വരുന്നത്, ഡോക്ടർ ഡൂം വരുന്നത്. മനസ്സിലായ? ജസ്റ്റ് നമ്മുടെ താനസ് അല്ല വിക്ടർ. താനസിന് ആക്ച്വലി താനസ് ഇൻഫിനിറ്റി ഗോൺലെറ്റ് ഇട്ടിട്ട് പവർ സ്റ്റോണിൻ്റെ പവർ ഉപയോഗിക്കുമ്പോഴാണ് ഈ പുള്ളിയുടെ സ്റ്റോം ബ്രേക്കറിനോട് എതിർത്തിരിക്കുന്നത് ഇൻഫിനിറ്റി വാറിൽ. നിങ്ങൾ ആ ഷോട്ട് ആലോചിച്ചാൽ മതി. അപ്പം അത് എറിയുമ്പോഴത്തേക്ക് ആ ഇൻഫിനിറ്റി സ്റ്റോൺസിൻ്റെ പവറിനെ കട്ട് ചെയ്താണ് സ്റ്റോം ബ്രേക്കർ പോകുന്നത്. എന്നിട്ട് ആ ഒരു സ്റ്റോം ബ്രേക്കറിനാണ് പുള്ളി വേറെ 2 ബബിളെ പിടിച്ചെടുത്തിട്ട് തൂക്കി എറിഞ്ഞത്. ആലോചിച്ച് നോക്ക്. അതോ തോറും പോയി Hell answers to me. ഡയലോഗടാ. ഹെൽ ആൻസേഴ്സ് ടു ഈ കിട്ടാ സെന്റിനൽസ് For I am Doom. അവഞ്ചേഴ്സ് ഡൂംസ് ഡേ. സീറ്റ് ഇൻ ഇൻഫിനിറ്റി വിഷൻ. ഇതാണ് ആ സാധനം കണ്ട ഇനിമീസ് നോട്ട് എറ്റ് വെയിറ്റഡ്. ആ സാധനം കണ്ട ഇൻഫിനിറ്റി വിഷൻ. ആക്ച്വലി ഇത് ഭയങ്കര ക്ലാഷ് റിലീസാണ് ഈ. അതായത് ഡൂൺ പാർട്ട് 3യും ഡൂം സ്ലേയും ഒരു ദിവസമാണ് റിലീസ് ഇറങ്ങുന്നത്. സോ 18-ാം തീയതിയാണ് ഇറങ്ങുന്നത് 2 പടവും. സോ ബേസിക്കലി ആ ടൈമിൽ എന്തോ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഐമാക്സ് സ്ക്രീൻസ് എല്ലാം ഡൂൺ പാർട്ട് 3ക്കാണ് ഈസ്. അവർ ഓൾറെഡി അത് എന്തോ ഡീലൊക്കെ ചെയ്ത് മേടിച്ച്. സോ ആ സമയത്ത് നമ്മുടെ ഡിസ്നി എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ സാധനം ഇറക്കി ഇൻഫിനിറ്റി വിഷൻ. അതായത് നിങ്ങൾ ഐമാക്സിൽ തന്നെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ കാണണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഈ സ്ക്രീൻസിൽ കണ്ടാലും അടിപൊളിയായിരിക്കും എന്നാണ് ഈ സാധനം പറയുന്നത്. സോ ബേസിക്കലി ദേ നോ സംതിങ് എൽസ് ടു ബി ഇൻ. ആൻഡ് ഈ പടം എന്തായാലും നമുക്കറിയാം സ്പൈഡർമാൻ എന്തോരം കളക്ട് ചെയ്യുന്നു ബ്രാൻഡ് ന്യൂടെ. അപ്പോൾ ഈ പടമൊക്കെ എന്തോരം കളക്ഷനായിരിക്കും. ബേസിക്കലി എല്ലാവരും കംബാക്ക്. ഇതൊരു പക്ക സാധനമായിരിക്കും ഗൈസ്. ഒരു പഴയൊരു മാർവലിനെ നമ്മൾ കാണാൻ പോകുന്ന ഈ പടത്തിലായിരിക്കും. ബേസിക്കലി എല്ലാവരും കംബാക്ക് വന്ന് നമുക്കൊരു അവഞ്ചേഴ്സ് പടം എന്നൊക്കെ ചോദിച്ചാൽ കിട്ടില്ലായിരിക്കും. അതുപോലെ വേണം. ആ അവസാനത്തെ ഡയലോഗ് കണ്ടായില്ലേ, ഈ ഞാൻ ഇത് നിർത്തിയതല്ലേ എനിക്ക് ഇതിപ്പോൾ തീരുന്നു. ഇതിൻ്റെ അകത്ത് 4 മാസം 3 ദിവസം 1 മണിക്കൂർ 59 മിനിറ്റ് 58. അതിങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ലൈവ് ക്ലോക്ക് ആയിട്ടാ. നിങ്ങളുടെ മാർവലിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ പോയാൽ ഈ സാധനം കാണാം. ഞാൻ സ്റ്റോപ്പ് ഇട്ട് ഗൈസ്. കിടിലൻ ട്രെയിലർ, കിടിലൻ സെക്കൻഡ് ട്രെയിലർ. അതിൻ്റെ അകത്ത് അവസാനത്തെ ഡയലോഗ് ഉണ്ടല്ല, ഹെൽ ആൻസേഴ്സ് ടു മീ. നരകം എന്നോട് ഉത്തരം പറയും, കാരണം ഞാനാണ് ഡോക്ടർ ഡൂമെന്ന്. ഡയലോഗടാ പീക്ക് സാധനം. റോബർട്ട് ഡോണി ജൂനിയറിൻ്റെ സൗണ്ട് മോഡുലേഷൻ കണ്ട അവർ അത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് പുള്ളിയുടെ ഫേസ് അങ്ങനെ തുടക്കത്തിലൊന്നും കാണിക്കത്തില്ലേ, അവസാനമായി ഒരു ട്വിസ്റ്റ് പോലെ കാണിക്കുന്നു. ഇതാണ് ഡൂമൻ. എല്ലാവരും ഞെട്ടും കേട്ടത്. പീക്ക് എലവേഷൻ സാധനമായിരിക്കും ആ സീൻ. ഒരു ഇൻ്റർവെല്ലും ആയിരിക്കും. പീക്ക് എലവേഷൻ ആയിരിക്കും. പുള്ളിയെ കാണുമ്പോൾ ഇവർ ഞെട്ടുന്നത് പീക്ക് എലവേഷൻ ആയിരിക്കും. മൂവായിരിക്കും സീൻ സാധനമായിരിക്കും. പീക്കെന്ന് എനിക്ക് പറയാനുള്ളൂ. കിടിലുണ്ടല്ലോ ആ അവസാനത്തെ ഡയലോഗ് ഞെട്ടിച്ചത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരുപാട് റിയാക്ഷൻസും ഇൻഡിപെൻഡൻറ്റ് വീഡിയോസൊക്കെ ചെയ്യും ഗൈസ്. സോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നതിന് ബൈ.